ഇപ്രാവശ്യം പേര് കൊണ്ടൊരു കഥ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അതിന് മുമ്പ് കുറച്ച് ഹായ് പറയാനുണ്ട്. ഹായ് സഹ്റ, ഹായ് ആസിയ, ഹായ് ഇഷ, ഹായ് ഫാത്തിമ സ്വാലിഹ്, ഹായ് അദിനദ്, ഹായ് അൻവിത അനൂപ് ആൻഡ് ഹായ് അമീൻ. അപ്പം നന്ദന എന്നുള്ള പേര് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ കഥ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഒരു പൂന്തോട്ടത്തിലൊരു അഹങ്കാരിയായ ചോന്ന പൂവുണ്ടായിരുന്നു. ഓൻ്റെ ചോന്ന കളർ കണ്ടിട്ട് എല്ലാ ജീവികളും ഓൻ്റെ അടുത്തേക്ക് തന്നെ ആദ്യം തന്നെ തേൻ കുടിക്കാൻ വരും. അതുകൊണ്ട് തന്നെ ഓന് ഭയങ്കര അഹങ്കാരമായിരുന്നു. അതേ പൂന്തോട്ടത്തിൽ തന്നെ ഒരു പാവം മഞ്ഞ പൂവ് ഉണ്ടായിരുന്നു. ചുവന്ന പൂവിൻ്റെ അഹങ്കാരം കാരണം പാവം മഞ്ഞപ്പൂവിന് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എപ്പോഴും ചുവന്ന പൂവ് മഞ്ഞപ്പൂവിനെ കളിയാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കെ ആ പൂന്തോട്ടത്തിലേക്ക് ഒരു കുഞ്ഞി പൂമ്പാറ്റ പറന്നു വന്നു. കുഞ്ഞി പൂമ്പാറ്റയും ചുവന്ന പൂവിൻ്റെ ചുവന്ന കളർ ദൂരത്തുനിന്നേ കണ്ടുകൊണ്ട് നേരെ ചുവന്ന പൂവിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. ചുവന്ന പൂ അഹങ്കാരത്തോടെ കുഞ്ഞി പൂമ്പാറ്റയോട് പറഞ്ഞു, എൻ്റെ അടുത്ത് തേൻ കുടിക്കുന്നതെല്ലാം കൊള്ളാം, എൻ്റെ പൂവിലാമറ്റ ചവിട്ടി എന്നെ വേദനിപ്പിച്ചാലുണ്ടല്ല, ശല്യങ്ങൾ വേഗം തേൻ കുടിച്ചിട്ട് പോയിക്കോന്ന്. ചുവന്ന പൂവിൻ്റെ സംസാരം ഇഷ്ടപ്പെടാത്ത പൂമ്പാറ്റ ചുവന്ന പൂവിൻ്റെ തേൻ കുടിച്ചതും അയ്യേ കഴിക്കുന്നു, ഇത്രയും വൃത്തിയായിട്ട് തേൻ ഇതുവരെ കണ്ടിട്ടില്ല, ഈ തേൻ ആരും കുടിക്കല്ലേ എന്ന് ഉറക്കെ പറഞ്ഞു. അത് കേട്ട ചുവന്ന പൂ നാണിച്ചു പോയി. കുഞ്ഞി പൂമ്പാറ്റയാണെങ്കിൽ നേരെ മഞ്ഞപ്പൂവിൻ്റെ അടുത്ത് പോയിട്ട് തേൻ കുടിച്ചു. ഹായ് നല്ല മധുരമുള്ള തേനെന്നും പറഞ്ഞു. എന്നിട്ട് അത് പറന്നുപോയി. ഇതൊക്കെ കണ്ട് നാണിച്ചു പോയ ചുവന്ന പൂമ്പാറ്റ തല കുനിച്ചിരുന്നു. അപ്പം മഞ്ഞപ്പൂമ്പാറ്റ പറഞ്ഞു, നമ്മൾ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കണം, എന്നാൽ മാത്രമേ അവരും നമ്മളെ തിരിച്ച് സ്നേഹത്തോടെ സംസാരിക്കുള്ളൂ. ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയ ചുവന്ന പൂ തൻ്റെ അഹങ്കാരം പാടെ ഉപേക്ഷിച്ചു.